സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരാൻ സഹായിക്കുന്നു. നമ്മൾ ബുക്സിലുള്ള പഠിച്ച് റാങ്ക് വാങ്ങി ഇട്ടല്ല കാര്യം, നമ്മൾ ചെയ്യാനറിയണം, പണി അറിയണം. അല്ലാതെ റെസ്യൂമെ മാത്രം അടിപൊളിയായെന്ന് വെച്ചിട്ട് ഇന്റർവ്യൂ കോൾ കിട്ടില്ല. അത് പല ആൾക്കാർക്ക് ഇന്ന് അറിയില്ല. അവർ വിചാരിച്ചിട്ട് അടിപൊളി ഒരു ATS റെസ്യൂമെ വിത്ത് കീവേഡ്സ് ഉണ്ടായാൽ കോൾ വരുന്നതാണ്. എനിക്കൊരു ബേസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, മേ ബി ലാംഗ്വേജ് ഇഷ്യൂ ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആയിരിക്കാം, കോൺഫിഡൻസ് ഇഷ്യൂ ആയിരിക്കാം, എങ്ങനെ റൈറ്റായിട്ട് ജോബ് ഹണ്ട് ചെയ്യണമെന്ന് അറിയാത്തതായിരിക്കാം. ഞാൻ അവിടെ ചെന്നപ്പോൾ നെട്ടിപ്പോയി. അവിടെ പന്തലിട്ടിട്ടുണ്ട്, അതായത് അത്രയും ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടത് 20 പേരാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസങ്ങളിലൊന്നായിരുന്നത്. അതെനിക്ക് കാരണം നമ്മൾ ലോണൊക്കെ എടുത്ത് പഠിച്ച് നമ്മൾ സ്ട്രഗ്ലിംഗ് ലൈഫിലാണ്. സോ ആ സമയത്ത് ഇങ്ങനെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, അത് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കമ്പനിയിൽ ഒട്ടും ഇന്റർവ്യൂസ് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒരു ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ലൈക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നി. സിവിൽ സർവീസ് പറയുമ്പോൾ നിങ്ങൾ IAS മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗമാണോ? അല്ല, ഞാൻ ലൈക്ക് സിവിൽ സർവീസിൽ IAS or IPS or IRS. ഓക്കെ, പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്. പ്രാക്ടിക്കൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് അവിടെ പറയാറ്. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും? ഇല്ല സാർ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് വെറുതെ ഇരിക്കാനുണ്ട്. എന്താ പറഞ്ഞേ? വെറുതെ ഇരിക്കാൻ, അതൊരു ഇൻട്രസ്റ്റ് അല്ലേ? ജോബ് ഹണ്ടിങ് ഈസ് എ ജോബ്. കറക്റ്റ്. ഒരു ദിവസം ഡൂം സ്ക്രോൾ ചെയ്യുമ്പം ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീൽ കണ്ട്. അതിൻ്റെ അകത്ത് ആ ആൾക്കാരെ പ്ലേസ്ഡ് ആവാൻ സഹായിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരാൻ സഹായിക്കുന്നു. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതേ പണി ഞാനൊരു 6 വർഷം മുമ്പ് ചെയ്തിരുന്നു. അതായത് ആളുകൾക്ക് എങ്ങനെയാണ് ജോലി ഹണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ലിങ്ക്സ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതൊന്നും അറിയില്ല എന്നുള്ളത് അന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ടിനെ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി കിട്ടാൻ സഹായിക്കുകയും ചെയ്ത്. പക്ഷേ അതേ സമയത്ത് ഞാൻ e-commerce ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ e-commerce എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ e-commerceൽ ഷിഫ്റ്റ് ചെയ്യാൻ ആ സാധനം ഞാൻ മറന്നുപോയി. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു. രണ്ടാമത് ഒരു ദിവസം മൂപ്പര് എന്നോട് പറഞ്ഞു, എനിക്കൊരു മെസ്സേജ്, ഹായ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ, മൂപ്പരെ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ, ഐ വോണ്ട് ടു സ്കെയിൽ അപ്പ് വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ യെസ്, വി ക്യാൻ ടോക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതവിടെ നിന്നു, നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്തില്ല. മൂന്നാമത് കേരള സ്റ്റാർട്ടപ്പ് കാർണിവൽ, അംബ്രാസിൻ്റെ എഡെക്സ് ലൈഫ് സ്കൂൾ നടത്തിയ കേരള സ്റ്റാർട്ടപ്പ് കാർണിവലിൽ വെച്ചിട്ട് മൂപ്പരെ ഞാൻ വീണ്ടും കണ്ടു. അന്ന് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇമ്പ്രസീവായി. കാരണം നമ്മൾ ഒരാളെ ഇങ്ങനെ ഓൺലൈൻ കാണുന്നതും ഓഫ്ലൈൻ കാണുന്നതും പലപ്പോഴും രണ്ടാളുണ്ട്. ഓൺലൈനിൽ ഒരു മുഖവും ഓഫ്ലൈനിൽ വേറൊരു മുഖമായിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായി മൂപ്പര് വളരെ ജെന്യൂൻ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മളെ പോഡ്കാസ്റ്റിലുണ്ട് തന്നെ. കാരണം എല്ലാവർക്കും ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഞങ്ങൾ ആസ് ഫൗണ്ടേഴ്സ് പറയും, ഞങ്ങൾക്ക് ആളെ കിട്ടാനാണ് പാട്. സോ എങ്ങനെ ജോലി തപ്പിയെടുക്കാം, എങ്ങനെ റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള കമ്പനികളിൽ കയറാം എന്ന് നമുക്കിന്ന് നോക്കാം. ഇർഫാനാണ് നമ്മളെ കൂടെ ഓഫ് പ്ലേസ് എക്സൽ. ഇർഫാൻ വളരെ വലിയ കമ്പനികളിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആക്സെഞ്ചർ, പെപ്സി, ഇപ്പം ജോൺസൺ സീനിയർ ഫൈനാൻസ് അനലിസ്റ്റ്. ഇർഫാനെ, എവിടെ നിന്നാണ് ഇർഫാന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിഫോർ യു സേ എനിത്തിങ് അബൌട്ട് വൈ ആർ യു ഹെൽപ്പിംഗ് പീപ്പിൾ ഗെറ്റ് പ്ലേസ്ഡ്, ടെൽ മീ അബൌട്ട് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷാൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഈ ഒരു ഇക്കോം ഷോയിലോട്ട് വെൽക്കം ചെയ്തതിന് ഞാൻ താങ്ക് യു പറയാണ്. അതൊന്നും വേണ്ട ഉണ്ടല്ലോ, ഇതൊക്കെ ഇതിൽ വരും കേട്ടോ. ഇനി എന്തൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ലൈവാ. ഓക്കെ. സോ ഞാൻ ലൈക്ക് MBA കഴിഞ്ഞ സമയത്ത് പ്ലേസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്ലേസ്ഡ് ആയി പോകുന്നുണ്ട്, എനിക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റുന്നില്ല. ഓക്കെ. സോ കാരണം മേ ബി അത് എനിക്കൊരു ബേസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, മേ ബി ലാംഗ്വേജ് ഇഷ്യൂ ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആയിരിക്കാം, കോൺഫിഡൻസ് ഇഷ്യൂ ആയിരിക്കാം, എങ്ങനെ റൈറ്റായിട്ട് ജോബ് ഹണ്ട് ചെയ്യണമെന്ന് അറിയാത്തതായിരിക്കാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂയിലൂടെ ഞാൻ കടന്നുപോയ സമയത്ത് എനിക്ക് മാത്രം പ്ലേസ്ഡ് ആവാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു ലൈക്ക് നമ്മുടെ കോളേജിൽ ഒരുപാട് കമ്പനീസ് വരാറുണ്ട്. സാധാരണ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ കോളേജിലും വരുന്ന പോലെ നമ്മുടെ കോളേജിലോട്ടും വരാറുണ്ട്. സോ ഞാൻ പഠിച്ചത് പാലക്കാട് ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ്, തൊമ്മന്റെ കോളേജിലാണ്. തൊമ്മൻ എനിക്ക് പണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എടുത്തിട്ടുണ്ട് 2007.
അതാണ് തൊമ്മനായിട്ടുള്ള ബന്ധം. അത് ഞാൻ തൊമ്മൻ ഒരു ദിവസം ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ സംസാരിക്കും. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് അല്ലാണ്ട് വേറെ എന്ത് സർവീസാണ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരാണ് 1. നമ്മളൊരു ഇ-കൊമേഴ്സ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു ടീമുണ്ട്. വേർ യു വിൽ ഗെറ്റ് ഹെൽപ്പ് വിത്ത് ഓൾ തിങ്സ് ഇൻ യുവർ ഇ-കൊമേഴ്സ് ബിസിനസ്. 2. എല്ലാവർക്കും പ്രോബ്ലം ഉള്ള ഒരു ഏരിയ ആണ്, എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യണം. ദിസ് ഈസ് വെരി ഈസി. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സ്റ്റോർ എങ്ങനെ 2 മണിക്കൂറിനോട് ബിൽഡ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. 3. നമ്മളെ പോഡ്കാസ്റ്റിൽ വരുന്ന പല ആൾക്കാരെയും കൺസൾട്ടേഷന് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കലുണ്ട്. വി ആൾസോ റൺ എ മാർക്കറ്റ് പ്ലേസ് വിത്ത് ദം വേർ യു ക്യാൻ ഹയർ ദീസ് എക്സ്പേർട്സ് ഓൺ ആൻ അവർലി ബേസിസ്. 4. ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഇനിയും ഡൗട്ടാണ്, നിങ്ങൾക്ക് ഹാൻഡ് ഹോൾഡിംഗ് വേണം. അതിന് നമ്മളെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ വാട്സാപ്പ് അസ് ഡയറക്ട്ലി. അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. സോ മോർ ഡീറ്റെയിൽസ് ഇൻ ഡിസ്ക്രിപ്ഷൻസ് ബിലോ. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. സോ ആ സമയത്ത് ഒരുപാട് കമ്പനികൾ വരും. സോ നമ്മുടെയൊക്കെ ഒരു ഡ്രീം കമ്പനി ആയിരുന്നു KPMG, അല്ലാന്നുണ്ടെങ്കിൽ ഡിലോയിറ്റ്, ബിഗ് ഫോർ കമ്പനീസ്. ബിഗ് ഫോർ കമ്പനീസ് വരും എന്നൊക്കെ ഒരു എന്താ പറയുക, ആൾക്കാരൊക്കെ സ്റ്റുഡൻസ് ഒക്കെ പറയാൻ തുടങ്ങി. സോ ആ സമയത്ത് ബിഗ് ഫോർ കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസിന് എടുക്കുന്നത് അവർ സ്റ്റോപ്പ് ചെയ്തു ഇൻ ദ സെൻസ് ലൈക്ക് യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ട് വരുന്നില്ല, കറക്റ്റ് സമയത്തിന് ഔട്ട് ആക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസിന് സ്റ്റോപ്പ് ചെയ്തു. കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസിനെ പ്ലേസ് ഇതാക്കുന്നത്, ഐ മീൻ ഹയറിങ്ങിന് വേണ്ടി വരുന്നത്. പക്ഷേ പിന്നീട് നമ്മുടെ ഒരു ഡ്രീം കമ്പനി ആയിരുന്നു, ലൈക്ക് ഒരു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബേസ്ഡ് കമ്പനി ഉണ്ട് ടെക്നോപാർക്കിലുള്ള. അതാണ് പിന്നെ ഒരു ഡ്രീം കമ്പനി. സോ ആ കമ്പനിയും ഇതേപോലെ കേരളത്തിലെ ഒരു കോളേജിലോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഡീപോൾ അങ്കമാലിയിലുള്ള എറണാകുളത്തുള്ള കോളേജിലാണ്. സോ അവർ പറഞ്ഞത് കേരളത്തിൽ സിംഗിൾ പ്ലേസ്മെന്റ് ഒരു പ്രോഗ്രാം. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്തു, ഒരു 10 MBA കോളേജും 10 MCOM കോളേജിലെയും പിള്ളേരെ അവർ വിളിച്ചു. അപ്പൊ ഞാനും നമ്മളൊക്കെ എന്താ പറയാ, നമ്മുടെ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അന്നൊരു 3 സെമസ്റ്റർ റിസൾട്ട് വന്നിട്ടുണ്ട്. ഈ 3 സെമസ്റ്ററിലും ഫുൾ പാസ് ആയാൽ മാത്രം മതി. നോർമലി 4 സെമസ്റ്റർ ഉണ്ടാവും. 4 സെമസ്റ്ററാണ് MBA ഉള്ളത്. അതിന് 3 സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ 3 സെമസ്റ്ററിലും പാസ് ആയിരിക്കണം. സോ നമ്മൾ നമ്മുടെ കോളേജിൽ നിന്ന് എല്ലാവരും കൂടി പെട്ടിയും കിടക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, എറണാകുളത്ത് പോയി. എറണാകുളം പോയ സമയത്ത് നമ്മൾ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഞാൻ മാത്രമാണ് പ്ലേസ്ഡ് ആവാത്തത്. സോ ഞാൻ പ്ലേസ്ഡ് ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അതായത് നിങ്ങൾ ഇതിന് മുമ്പ് കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഒന്നും ക്രാക്ക് ആയില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ A to Z കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു. പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവർ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഷാന് മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് 9 years ബാക്ക്. അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നിട്ടില്ല. യൂട്യൂബ് ഒക്കെ വലിയ റയർ ആൾക്കാരെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ലൈബ്രറി പോയിട്ടും HR അധ്യാപകരോടൊക്കെ ചോദിച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാന്ന് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നോട്ട്സ് ഒക്കെ നന്നായിട്ട് അത് എഴുതി, എങ്ങനെ ആൻസർ പറയണം, എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം, എങ്ങനെ ഓരോ ആൻസർ എങ്ങനെ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ ചെയ്യണം എന്നൊക്കെ ഞാൻ പഠിച്ചു വെച്ചു. എന്നിട്ടാണ് നമ്മൾ ഈ അങ്കമാലിയിലോട്ട് ഡീപോൾ അങ്കമാലിയിലോട്ട് പോകുന്നത്. സോ ഡീപോൾ അങ്കമാലിയിൽ പോയപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ നെട്ടിപ്പോയി. അവിടെ പന്തലിട്ടിട്ടുണ്ട്, അതായത് അത്രയും ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടത് 20 പേരാണ്, വെറും 20. അതും 10 MBA മതി, 10 MCOM. അവർക്ക് വേണ്ടത് വെറും 20 പേരെ. സോ ഈ 20 പേരെയും വെച്ചിട്ട് ലൈക്ക് അവർ ഏകദേശം 400ഓളം ആൾക്കാർ അന്നവിടെ വന്നിട്ടുണ്ട്, അതും ഡിഫറെന്റ് കോളേജിൽ നിന്ന്. സോ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് അവർ ഫസ്റ്റ് റൗണ്ട് വെച്ചത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. സോ ഞാൻ ഈ ലൈക്ക് പ്രസംഗ മത്സരത്തിലൊക്കെ പോയിരുന്നു, മലയാള പ്രസംഗ മത്സരത്തിലൊക്കെ. സോ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് GD ഞാൻ ക്രാക്ക് ചെയ്തു. അതിന് അവർ 400 100 പേരെ ഔട്ടാക്കിയിട്ട് 300 പേരെയാണ് അവര് സെലക്ട് ചെയ്തത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, GD ആണ് ഫസ്റ്റ്. GD ആണ്. പിന്നീടാണ് അവിടെ ആപ്റ്റിറ്റ്യൂഡ് വന്നത്. ഓക്കെ, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, സോ ഈ ബാക്കിയുള്ള 300 പേർക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം വെച്ചു. അതും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 100 പേരെ ഔട്ടാക്കി. പിന്നെ ഒരു 200 പേരുണ്ട്. ഈ 200 ആൾക്കാർ അവർ ഇന്റർവ്യൂ വെച്ചു, ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂ. ഞാൻ അതിലും സെലക്ട് ആയി. അങ്ങനെ ഞാൻ ഓരോ റൗണ്ടും സെലക്ട് ആയി കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ടെക്നിക്കൽ റൗണ്ട് ഓഫ് ഇന്റർവ്യൂസിന് അവർ വീണ്ടും അവിടുന്ന് ഒരു 100 പേരെ ഔട്ടാക്കി. അങ്ങനെ അവസാനം ഒരു 100 പേരുണ്ട്. ഈ 100 പേർക്ക് അവര് HR റൗണ്ട് ഇന്റർവ്യൂ വെച്ചു. അങ്ങനെ ഒരു 4ഓളം ഇന്റർവ്യൂ റൗണ്ടിൽ നിന്ന് അവര് പറഞ്ഞു 20 പേര് അവർക്ക് മതി, 10 MBA 10 MCOM. എന്നിട്ട് അവരെന്ത് ചെയ്ത്, അവര് റിസൾട്ട് ഒന്നും അനൗൺസ് ചെയ്തില്ല. അവര് അവിടെ വെച്ച് തന്നെ എല്ലാരും വിളിച്ചു. ഈ 400 പേരെ വിളിച്ചിട്ട്, ഈ മീൻ ലാസ്റ്റ് റൗണ്ടിൽ വരെ എത്തിയ എല്ലാവരും വിളിച്ചിട്ട് അവർ അവിടെ വെച്ച് തന്നെ ഓഫർ ലെറ്റർ അവർ പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നു. അവരത് കൊടുത്തു തുടങ്ങി. എന്നിട്ട് അതിൽ 16ാമത്തെ പേരായിട്ട് എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസങ്ങളിലൊന്നായിരുന്നു അത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം. പിന്നെ വേറെ കാര്യമുണ്ട്, എന്നെ മാത്രമാണ് അവർ എൻ്റെ കോളേജിൽ സെലക്ട് ചെയ്തത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു ലീഡിന് ആ സമയത്ത്. സോ ആ ഒരു തോട്ട് അല്ലെങ്കിൽ അന്നുണ്ടായ ഒരു ഹാപ്പിനെസ് ഉണ്ട്, അതെന്റെ ലൈഫിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നും അങ്ങനെ ഒരു ഡേയിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല വേണമെങ്കിൽ പറയാം. സോ അതിന്റെ ഒരു കിക്ക് എനിക്ക് കിട്ടി, പ്ലേസ്ഡ് ആവുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് അതെനിക്ക്. കാരണം നമ്മൾ ലോണൊക്കെ എടുത്ത് പഠിച്ച് നമ്മൾ സ്ട്രഗ്ലിംഗ് ലൈഫിലാണ്. സോ ആ സമയത്ത് ഇങ്ങനെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, അത് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കമ്പനിയിൽ ഒട്ടും ഇന്റർവ്യൂസ് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒരു ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ കയറുന്നത്. ഇത് പറഞ്ഞപ്പം ഞാൻ കോളേജിൽ പഠിച്ചിരുന്നു, ഇത് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതേ ഒരു സെനാരിയോയിലൂടെ ഞാൻ പോയിരുന്നു. ഇൻഫോസിസ് വന്നു, ആപ്റ്റിറ്റ്യൂഡിലോട്ടായി. TCS വന്നു, ആപ്റ്റിറ്റ്യൂഡിൽ പോയി. വിപ്രോ വന്നു, ആപ്റ്റിറ്റ്യൂഡിൽ പോയി. ഞാൻ ഫിസാറ്റ് അങ്കമാലിയിലാണ് പഠിച്ച്. ഇതിനു മുമ്പ് തൊമ്മന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് കഴിഞ്ഞ്. അവസാനം ഇങ്ങനെ ഒരു 5-6 കമ്പനി വന്നപ്പോൾ ഒന്നും ആപ്റ്റിറ്റ്യൂഡ് കയറുന്നില്ല. ആപ്റ്റിറ്റ്യൂഡ് കയറിയാൽ കഴിച്ചിലാവും എനിക്കറിയാം, എനിക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് രക്ഷപ്പെടൂല. അങ്ങനെ എന്തായി, 8ാമത്തെ കമ്പനി ക്യാരക്ടർ എന്നായിരുന്നു അതിന്റെ പേര്, പിന്നെ അത് കിയാനെ എന്നാക്കി അതിന്റെ പേര്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാനത് മെനക്കെട്ട് ഇതെനിക്ക് ആപ്റ്റിറ്റ്യൂഡ് കയറിയേ പറ്റുള്ളൂ, വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല. ആപ്റ്റിറ്റ്യൂഡ് കയറിയാൽ രക്ഷപ്പെടുന്ന എന്തോ എനിക്കൊരു ഉൾവിളി ഉണ്ട്. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് കയറി. ഫസ്റ്റ് GD റൗണ്ട് പാസ്സായി, രണ്ടാമത്തെ GD റൗണ്ട് പാസ്സായി, ടെക് റൗണ്ട് പാസ്സായി, പിന്നെ HR റൗണ്ട് എത്തി. അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ റൗണ്ടിലും എല്ലാ ആൾക്കാരെയും വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഇവര് പുറത്തായ ആൾക്കാരെ പേരാവും, അല്ല പുറത്തായ ആൾക്കാരെ പേരാണ് പറയല്. എനിക്ക് തോന്നുന്നു അകത്തായ ആൾക്കാരെ ഓരോന്നിന്റെ കയറുമ്പോൾ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് പാസ്സായി ഞാൻ കയറും, ആപ്റ്റിറ്റ്യൂഡ് പാസ്സായി ഐ വിൽ റോക്കറ്റ്. എന്തോ എനിക്കറിയില്ല എന്ത് കണ്ടിട്ടാണ് എനിക്കത് തോന്നിയത് എന്ന്. അപ്പൊ എന്നിട്ട് എനിക്ക് അവസാനം നിങ്ങൾ പറഞ്ഞ പോലെ അവസാനത്തിൽ ഓഫർ ലെറ്റർ വരും. ഓഫർ ലെറ്റർ തന്ന് അപ്പം ഉണ്ടായ ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് എനിക്കിപ്പോൾ തിരിച്ചു കിട്ടി. അന്ന് എനിക്കൊന്ന് 3.2 lakhs LPA ആയിരുന്നു. എനിക്കൊന്നത് 2.8, 3.2 TCS ആയിരുന്നു കൊടുക്കല്. ബാക്കി ഇൻഫോസിസ് 2.8, 2.7 ഒക്കെ ആയിരുന്നു. അത് വൺ ഓഫ് ദ ഹയസ്റ്റ് ആയിരുന്നു. അത്രേ കിട്ടുള്ളൂ, അങ്ങനത്തെ ഒരു സാധനമേ ഉള്ളൂ. പക്ഷെ ആ കിക്ക്, പിന്നെ ആ പ്ലേസ്മെന്റ് അവിടെ ഒന്നും കയറിയില്ല, അതൊക്കെ വേറെ സ്റ്റോറി പറയുന്നുണ്ട്. പക്ഷെ അത് എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ അത് മൊത്തം ഓർമ്മ വന്നു. തൊമ്മന്റെ ക്ലാസ് ഓർമ്മ വന്നു, അത് കഴിഞ്ഞിട്ട് എത്ര സ്ട്രഗിൾ ചെയ്തു ആ ആപ്റ്റിറ്റ്യൂഡ് കിട്ടാൻ ഓർമ്മ വന്നു. നിങ്ങൾ പറഞ്ഞൊരു ഭയങ്കര ഫീലിംഗാ. ഓക്കെ, നിങ്ങൾ അതവിടെ കട്ടെ. അതിന് മുമ്പത്തെ കാര്യം പറയും. MBA മുമ്പ് കുറെ സാധനങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ. MBA എങ്ങനെ എത്തി, സ്കൂളിൽ എന്ത് ചെയ്തു, അതിനിടയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ടോ? ടെൽ മീ അബൌട്ട് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേസ്മെന്റിലേക്ക് തിരിച്ചു തരാം. ഓക്കെ, ഫൈൻ. സോ എൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാണ്. LP UP ഹൈസ്കൂളൊക്കെ ആയിട്ട് സാധാരണ സ്കൂളിൽ. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് അല്ല, ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റും അല്ല, അതിനും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അവസ്ഥ. കാരണം ഞാൻ പറഞ്ഞേ, നമുക്കൊരു ബേസ് ഇല്ലായിരുന്നു. കാരണം നമ്മൾ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ, എനിക്ക് കോളേജ് പോലെ ആയിരുന്നു സ്കൂൾ ലൈഫ്. അതായത് കോളേജിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പാടത്ത് പോവും, മാങ്ങ പറിക്കാനും ചൂണ്ടയിടാനൊക്കെ പോയതിന് ശേഷം നമ്മൾ കുറച്ച് സമയത്ത് സ്കൂളിൽ കയറുള്ളൂ. അന്ന് സർക്കാർ സ്കൂളാണ്, അറിയാലോ, കൂടുതൽ അത്ര സ്ട്രിക്റ്റ് ഒന്നും ഇല്ല. സോ അന്ന് അങ്ങനെ നടന്ന വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് വീട്ടിൽ നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു ലൈഫായിരുന്നു അന്ന്. സോ എന്നിട്ട് നമ്മൾ അന്നൊന്നും നമുക്കൊരു ആഗ്രഹമോ അല്ലെങ്കിൽ ജോലി കിട്ടണമെന്നോ എന്തിനാണ് പഠിക്കുന്നതെന്നോ അങ്ങനെയൊന്നും ഇല്ല. സോ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ 10th വെരി ലൈക്ക് എന്താ പറയാ ജസ്റ്റ് പാസ്സായ ഒരാളാണ് ഞാൻ 10th. സ്കൂളിന്റെ പേര് ചീത്താക്കുമെന്ന് വിചാരിച്ച ആ ഒരു സമയത്ത്. എന്നിട്ട് അതിനുശേഷം ബട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ആ സെയിം സ്കൂളിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇപ്പോ. ഓക്കെ, സോ ആ സെയിം ലൈഫ് ഹാസ് എ വേ ഓഫ് കമ്മിങ് ബാക്ക്. എക്സാക്ട്ലി ഷാൻ. സോ ഞാൻ അതേ സ്കൂളിൽ തന്നെ പിന്നെ ഞാൻ +1 +2 പഠിച്ചു. ആ സമയത്താണ് +2 പഠിക്കുന്ന സമയത്താണ് കുറച്ചൊക്കെ ലൈക്ക് ഇഷ്ടം തോന്നി പഠിക്കാനും, കൊമേഴ്സിനോടൊരു ഇഷ്ടം, ഫിനാൻസിനോടൊരു ഇഷ്ടം. ഇതൊക്കെ എന്താണ്, ലൈക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നി. സോ അന്ന് പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. എന്തുകൊണ്ടാ ഇഷ്ടം തോന്നി? അതുവരെ തേരാപ്പാര നടന്ന ഒരു ടീമാണെന്ന് മനസ്സിലായി. ഓക്കെ, എങ്ങനെ ആ ഇഷ്ടം എങ്ങനെ വന്നിട്ടുണ്ടാവും? ഫൈൻ. സോ ആ സമയത്ത് നമുക്ക്
10ാം ക്ലാസ്സിൽ നല്ല എന്താ പറയുക ഇൻസൾട്ടിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാർക്ക് കുറവാണ്. സോ ആ സമയത്ത് ജയസൂര്യയോട് ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇൻസൾട്ട് ആണല്ലോ മുരളി നിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താ, ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ സർവീസിലൊക്കെ പോകുന്നതാണ്. നല്ലോണം പഠിക്കണം എന്നറിയാം, ബട്ട് അതിന് ഡിഗ്രി വേണം. സോ +2 കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ ആഗ്രഹം എന്തായിരുന്നു, നമ്മൾ ജോലിക്ക് പോകാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഗൾഫിലോട്ട് പോകുന്നോ ജോലിക്ക് പോകുന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ കോഴ്സ് എടുക്കാന്നായിരുന്നു. അപ്പോഴാണ് സിവിൽ സർവീസ് ചെയ്തെങ്കിൽ ഡിഗ്രി വേണം. സോ അത് കാരണമാണ് ഞാൻ ഡിഗ്രിക്ക് പോയത്. സോ ഡിഗ്രിക്ക് പോകുമ്പോൾ ഞാൻ സിവിൽ സർവീസ് പറയുമ്പോൾ നിങ്ങൾ IAS മാത്രമാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗമാണോ? അല്ല, ഞാൻ ലൈക്ക് സിവിൽ സർവീസിൽ IAS IPS IRS ആ ഒരു വലിയ ലെവലാണ്. അങ്ങനെയല്ല, അത് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ ഫൈൻ. സോ ആ സമയത്ത് നമ്മൾ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഡിഗ്രിയുടെ സമയത്ത് തന്നെ കോച്ചിങ്ങിന് പോയി തുടങ്ങി. സോ നമ്മൾ അറ്റംപ്റ്റ് എടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഡിഗ്രിയും കഴിഞ്ഞു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് വീണ്ടും നമ്മൾ 21 വയസ്സൊക്കെ ആയി തുടങ്ങി. സോ നമ്മൾ ആ സമയത്ത് ജോലിയുടെ പ്രഷർ നമുക്കുണ്ട്, ജോലിക്ക് പോകണമെന്നില്ല. ഇപ്പോൾ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പ്യൂർലി പോകുമെന്ന് പറയുന്നത് പോസിബിൾ ആയ കാര്യമില്ല. നമുക്ക് ഫിനാൻഷ്യൽ സൗണ്ടും ആ സമയത്ത് ഇല്ല. സോ അപ്പൊ നമുക്ക് പിന്നെ എന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിക്ക് പോകണമെങ്കിൽ ബെസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് പാലക്കാടുള്ള ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് എനിക്കൊരു കോൾ വരുന്നത്. അതെങ്ങനെ ഇൻബൗണ്ട് കോൾ ആയിരുന്നു? അവർ മാർക്കറ്റിംഗിന്റെ ഭാഗമായിരിക്കും, മേ ബി അവരുടെ സ്റ്റുഡന്റ് ആണ്, അവിടുത്തെ ഒരു സീനിയർ സ്റ്റുഡന്റ് ആണ്. എന്നെ വിളിച്ചതിന് ശേഷം എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. MBA ആണ്. അപ്പൊ എനിക്ക് MBA എന്റെ ആഗ്രഹത്തിൽ പോലില്ല, എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത സംഭവമാണ്. എന്നിട്ടാണ് ഞാൻ പാലക്കാട് ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റിൽ ഞാൻ MBAക്ക് പോകുന്നത്. അവരെന്നെ കൺവിൻസ് ചെയ്തു. ഞാൻ കോളേജിലോട്ട് പോയി. എനിക്ക് കോളേജ് എന്തോ ഇഷ്ടം തോന്നി. കോളേജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ലൈക്ക് നമ്മുടെ ലൈഫ് പഠിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. നമ്മുടെ A to Z കാര്യങ്ങൾ, നമ്മുടെ ലൈക്ക് അവിടുത്തെ മാർക്കറ്റിംഗ്, ഫിനാൻസ്, ടെക്, എല്ലാ ഏരിയാസിലും നമുക്കൊരു ഐഡിയ കിട്ടുന്ന ഒരു കോളേജ് ആണെന്ന് എനിക്ക് തോന്നി. സോ സിവിൽ സർവീസ് ഞാൻ തൽക്കാലം അതൊരു പാർട്ട് ടൈം ആയിട്ട് കുറച്ചൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് അതവിടെ വെച്ചു. ഈ തൊമ്മന്റെ ഒരു പ്രശ്നം ഫുള്ള് പണിയെടുപ്പിച്ചാളും. അതെ അല്ലേ? അതെ അവസ്ഥ. ഞാൻ അവിടെ പഠിച്ചത് 2017 പാസ് ഔട്ട് ആണ്, പാലക്കാട് ലീഡ് കോളേജിൽ പഠിച്ചത്. അവിടെ ആ കോളേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കോളേജിൽ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അവിടെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അതിൽ പെട്ട ഒരു ക്ലബ്ബാണ് കിച്ചണിലുള്ള ഒരു ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബിലുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രാവിലെ പോയിട്ട് മാർക്കറ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാണ് 300-400 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ മീറ്റ്സ് ഒക്കെ. അപ്പോൾ ഒരാൾക്കുള്ള പർച്ചേസിങ് കപ്പാസിറ്റി എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, എങ്ങനെ അത് ഫിനാൻസ് നമ്മളത് മാനേജ് ചെയ്യണം, അപ്പോൾ നമ്മൾ ആ ഒരു കഴിവ് നമ്മൾ എടുക്കണം. പ്രാക്ടിക്കൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് അവിടെ പറയാറ്. ഇപ്പൊ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. ഡീംഡ് യൂണിവേഴ്സിറ്റി എല്ലാം അവർക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സിലബസ് ഞാനും അതിന്റെ ഒരു പാർട്ടാണ് ഇപ്പൊ അവിടെ സിലബസ് മേക്ക് ചെയ്യുന്നത്. അടിപൊളി. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ കോളേജ് എനിക്ക് ഇഷ്ടമായി. അവിടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ കിച്ചൺ മാത്രമല്ല ഇതേപോലെ പല ക്ലബ്ബുകളുണ്ട് നമുക്ക് ഇഷ്ടം. എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവിടെ ലൈക്ക് ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. നമ്മൾ +2 സ്റ്റുഡൻസിനൊക്കെ പോയിട്ട് അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു ഭാഗമായിരുന്നു. സോ അങ്ങനെ ഡിഫറെന്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്ലബ്ബുകൾ ആ കോളേജിലുണ്ട്. സോ ആ കോളേജിൽ സോ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന പോലെ നമുക്ക് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാനത് കട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഷെയർ ചെയ്തപ്പോ തൊമ്മൻ പണ്ട് പറഞ്ഞൊരു കഥ, തൊമ്മൻ കമ്മീഷൻ തരിയിരിക്കും ലീഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണേ. പിന്നെ ഇതൊരിക്കലും പ്രൊമോഷനോ പേരോ ഒന്നുമല്ല. ആസ് എ സ്റ്റുഡന്റ് ഞാൻ അവിടെ പഠിച്ചു, ആ കോളേജിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ തൊമ്മൻ എനിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ, അത് ഫിസാറ്റിൽ വെച്ചിട്ട് എടുത്തത്. അപ്പൊ തൊമ്മൻ പറഞ്ഞു രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അവിടെ ഞാൻ പോയി. അവിടെ ഒരു കുട്ടീനെ കണ്ടു. അപ്പൊ ആ കുട്ടി ലാസ്റ്റ് ഡേ ഓഫ് ദ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് വന്ന് എന്നോട് പറഞ്ഞു, സാർ എനിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പൊ എന്താണ് ഇൻട്രസ്റ്റ്? അതിൻ്റെ കരീപ്പിക്കുകയും ചെയ്യും. മൂപ്പര് കരീപ്പിച്ചാളൂ. പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ് എടുത്താൽ അതൊക്കെ വേറെ കഥ, അതൊക്കെ വേറെ എനിക്കൊന്ന് തൊമ്മനെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ആ കുട്ടി പറഞ്ഞ് എനിക്കൊന്നിനും ഒരു ഇൻട്രസ്റ്റും ഇല്ല. തൊമ്മ ചോദിച്ചു എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും? ഇല്ല സാർ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് വെറുതെ ഇരിക്കാനുണ്ട്. എന്താ പറഞ്ഞ് വെറുതെ ഇരിക്കാൻ? അതൊരു ഇൻട്രസ്റ്റ് അല്ലേ? വെറുതെ ഇരുന്ന് എന്താ ചെയ്യാ? അപ്പൊ കുട്ടി പറഞ്ഞു വെറുതെ ഇരുന്ന് ഞാൻ പാട്ട് കേൾക്കും. വെറുതെ ഇരുന്ന് പാട്ട് കേൾക്കൽ നല്ല നല്ല അടിപൊളി ഹോബിയാണല്ലോ. അപ്പൊ ആ കുട്ടി ഏത് എഞ്ചിനീയറിംഗിൽ റാങ്ക് ഹോൾഡറാ. ആ കുട്ടിയാണ് പറയുന്നത് എനിക്ക് വെറുതെ ഇരിക്കും, എനിക്ക് ജോലിക്ക് പോകണ്ട. കാരണം പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ് എടുക്കുന്നത് ഈ പ്ലേസ്മെന്റിന് നല്ലോണം ഫെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ലോണം എന്താ പറയാ അവതരിപ്പിക്കാൻ. അപ്പോൾ തമ്മ പറഞ്ഞ്
എന്നാ പിന്നെ വെറുതെ ഇരിക്കുന്ന എന്തെങ്കിലും പണി നോക്കാം. സാർ തമാശ പറയോട് ചോദിച്ചു. അല്ല, ഞാൻ സീരിയസ് ആണ്. ഞാൻ എന്താ ഇഷ്ടം? വെറുതെ ഇരുന്ന് പാട്ട് കേൾക്കാൻ അല്ലേ? ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ സൗണ്ട് എഞ്ചിനീയറിംഗ്. അപ്പൊ ആ കുട്ടി ആദ്യമായിട്ടാണ് കേൾക്കണത് സൗണ്ട് എഞ്ചിനീയറിംഗ് പറഞ്ഞ സാധനം ഉണ്ടത്. ഏത് ഒരു ഹാളിൽ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വെറുതെ ഇരുന്ന്, അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പോയിട്ട് ഓക്കെ വെറുതെ ഇരുന്ന് എനിക്ക് ഏത് ഏരിയന് ഏത് സൗണ്ടാ വരുന്നെന്ന് മനസ്സിലാവും. നോ ഷീ വർക്ക്സ് ഫോർ ഐ തിങ്ക് ബോഷ്നോ ആ സമയത്ത് കേട്ടോ. നോ ഐ ഡോണ്ട് നോ. 2007 കഥയാ പറയുന്നത്. 2007 അഗെയിൻ 2004 മൂപ്പര് ക്ലാസ് എടുത്ത ആരോ ഒന്നാണ് പോയത്. അപ്പം തൊമ്മൻ സംഭവ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാത്തിലും ഇട്ട്. തൊമ്മൻ ഒരു സോഫ്റ്റ് സ്കിൽ ബുക്കാണെന്നാണ് ഞങ്ങൾ പറയാറ്. തൊമ്മന്റെ സോഫ്റ്റ് സ്കില്ലിന്റെ ബുക്കാണ് ഞങ്ങൾ പറയാറുണ്ട്. കാരണം തൊമ്മന്റെ മെന്റർഷിപ്പിലാണ് ആ കോളേജ് റൺ ചെയ്യുന്നത്. സോ ലൈക്ക് തൊമ്മന്റെ ആശയങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് തൊമ്മൻ തന്നെ പറയാറുണ്ട്, നമ്മൾ ബുക്സിൽ പഠിച്ച് റാങ്ക് വാങ്ങി ഇട്ടല്ല കാര്യം, നമ്മൾ ചെയ്യാൻ അറിയണം, പണി അറിയണം, പണി പഠിപ്പിക്കണം. ലീഡ് കോളേജ് ചെയ്യുന്നതും പണി പഠിപ്പിക്കുന്നതാണ് ഐ മീൻ തൊമ്മന്റെ അണ്ടറിൽ ചെയ്യുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേറെ പഠിക്കും വേണോ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ പഠിച്ചാൽ മതി. അത് ഇമ്പോർട്ടന്റ് അല്ല. അതെ, ഇമ്പോർട്ടന്റ് അല്ല. അതിൽ ഫോക്കസ്ഡ് ആവരുത്. ഓക്കെ, അപ്പൊ അവിടുന്ന് ലീഡ് കോളേജ് നിങ്ങൾ എല്ലാത്തിലും കൈവച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ജോലി കിട്ടുന്നു? ഏതിലാ ജോലി കിട്ടിയേ? ആ കമ്പനിയുടെ പേര് ഇൻവെസ്റ്റ്നെറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതൊരു ഫിനാൻസ്, നമ്മളൊക്കെ ഒരു ഫിനാൻസുകാർ അന്ന് ഡ്രീം ചെയ്തിരുന്ന, ഇന്നല്ല അന്ന് നമ്മൾ ഡ്രീം ചെയ്തിരുന്ന ഒരു കമ്പനിയാണത്. ഓക്കെ, സോ അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡീപോൾ അങ്കമാലിയിൽ പോയിട്ട് പ്ലേസ്ഡ് ആയത്. ഓക്കെ, നിങ്ങൾ മാത്രം ലീഡ് കോളേജിന് പ്ലേസ്ഡ് ആവും. അതെ, ആഫ്റ്റർ ദാറ്റ് അങ്ങനെ ലീഡിൽ എനിക്ക് ഭയങ്കര സ്വീകരണം കിട്ടുന്നു, തമിഴ് ഭയങ്കര ഇഷ്ടമാകുന്നു. എനിക്ക് ഭയങ്കര ഞാനൊരു കിക്ക് കിട്ടി എനിക്ക്. സോ അതിനുശേഷം ഞാൻ അവിടെ ഒരു 5 years നിയർലി 5 years ഞാൻ അവിടെ വർക്ക് ചെയ്തു. ലോങ് ടൈം. അതൊരു കംഫർട്ട് സോൺ ആയിരുന്നു. ഓക്കെ, ആ കംഫർട്ട് സോണിൽ ഞാൻ അങ്ങ് ഇരുന്ന് പോയി. പിന്നീടാണ് ഞാൻ ഇത് ലൈക്ക് ഇവിടെ പ്ലേസ്ഡ് ആയതാണല്ലോ, ഇനി വേറെ ജോലിയൊക്കെ നോക്കി തുടങ്ങണം. അങ്ങനെ ഞാൻ ആക്സെഞ്ചറിന്റെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അക്സെഞ്ചറിൽ ഞാൻ പ്ലേസ്ഡ് ആയി. സോ അത് കഴിഞ്ഞ ശേഷം അക്സെഞ്ചറിൽ ഞാനൊരു 1.5 years വർക്ക് ചെയ്തു, ബാംഗ്ലൂർ അക്സെഞ്ചറിൽ. ഓക്കെ, സോ അതിനുശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇനി ഇങ്ങനെ നിന്നാ പറയുന്നത് നല്ലൊരു ലൈക്ക് അക്സെഞ്ചറിന്റെ ഒരു ബിഗ് കമ്പനിയാണ്, ലോകത്ത് 3rd largest IT കമ്പനി എന്ന് അറിയപ്പെടുന്ന കമ്പനിയാണ്. ഞാൻ 3rd largest IT കമ്പനി. ഓക്കെ, സോ അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ എന്റെ നമ്മൾ MBA ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ദ്രാനുവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പെപ്സിക്കോയുടെ CEO. സോ ആ സമയത്ത് ഇന്ദ്രാനുയെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് പെപ്സിയിൽ കയറണമെന്നും, അല്ലെങ്കിൽ ഒരു ഫാൻ കമ്പനി ആയപ്പോൾ ഗൂഗിള്, മെറ്റ, ഗൂഗിള്, മെറ്റ, ആമസോൺ, അല്ലെങ്കിൽ പെപ്സി, അങ്ങനെ ഒരു ബിഗ് ആപ്പിൾ വിട്ടുപോയി. ഈ ബിഗ് ഫിഷിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ആ സമയത്താണ് എനിക്ക് പെപ്സിന്ന് ഇങ്ങോട്ടൊരു കോള് വരുന്നത്. ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല, പെപ്സിന്ന് എനിക്ക് ഇങ്ങോട്ടൊരു കോള് വരുന്നത്. ആഗ്രഹിച്ചു, മാനിഫെസ്റ്റ് ചെയ്തു. എക്സാക്ട്ലി, ജസ്റ്റ് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ എന്റെ ബേസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, എനിക്ക് അവിടെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ പെപ്സി അതും സാധാ റോളല്ല, അവിടെ ഫിനാൻസ് മാനേജർ പോസ്റ്റിലോട്ടാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കഥ പറയട്ടെ. ദിസ് ഈസ് വൈ ഫൗണ്ടർ ബ്രാൻഡിങ് ബിക്കംസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്ദ്രാനുവിന്റെ കഥ കേട്ടിട്ടാണ് നമുക്ക് പെപ്സിയിൽ ചേരണമെന്ന് ആഗ്രഹം. എക്സാക്ട്ലി. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഞാൻ ഇത് ചിന്തിച്ചോടങ്ങി ഫൗണ്ടർ, ബിക്കോസ് ഇന്ദ്രാനുവിന്റെ ഒരു ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കി. എക്സാക്ട്ലി. സോ എത്രത്തോളം ഫൗണ്ടർ എക്സ്പോസ്ഡ് ആണോ, ദ മോർ പീപ്പിൾ വിൽ കം ആൻഡ് ജോയിൻ യുവർ കമ്പനി അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, അപ്പൊ പെപ്സി നിങ്ങൾ കോൾ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരു സൈഡിൽ ഞാൻ നന്നായിട്ട് ചെയ്ത്, ഞാനൊരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നന്നായിട്ട് തന്നെ അതിന് പ്രിപ്പയർ ചെയ്തു. പെപ്സിയിൽ ഞാൻ അതിന്റെ റൗണ്ട് ഓഫ് ഇന്റർവ്യൂസ് എങ്ങനെയാണെന്ന് അന്വേഷിച്ചു, യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നോക്കി. എന്നിട്ട് ഞാൻ കുറേയൊക്കെ അത് പഠിച്ചു. അങ്ങനെ അവിടെ ലൈക്ക് ഒരു 4 റൗണ്ട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഓൺലൈൻ ആയിരുന്നു ഇന്റർവ്യൂ. അതിൽ ലാസ്റ്റ് റൗണ്ട്, പിന്നെ ഞാൻ പറയുന്നത് പെപ്സി ഇന്ത്യ അല്ല കേട്ടോ, പെപ്സിയുടെ നോർത്ത് അമേരിക്കൻ ഡിവിഷൻ, ഗ്ലോബൽ ഓഫീസാണ് ഹൈദരാബാദല്ലേ, അതിലെ നോർത്ത് അമേരിക്കൻ ഡിവിഷന്റെ ഫിനാൻസ് മാനേജർ പോസ്റ്റിലോട്ടാണ് ഹയറിംഗ് നടക്കുന്നത്. സോ അതിൽ അവർ 4 റൗണ്ട് ഓഫ് ഇന്റർവ്യൂസ് ആയിരുന്നു. അതിൽ 4ാമത്തെ റൗണ്ട് ഇന്റർവ്യൂ ലൈക്ക് നോർത്ത് അമേരിക്കയിലുള്ള ആൾക്കാരായിരുന്നു. സോ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പെപ്സിയിൽ ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്, പെപ്സി, ലേസ്, കുർക്കുറെ, ക്യോക്രോഡ്സ് ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതൊക്കെ അമേരിക്കൻ ടീമാണ് മാനേജ് ചെയ്യുന്നത്. ഫൈൻ. സോ അതിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം, കൂട്ടണം.
ഇർഫാൻ ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന ചോദിച്ചു. നോർത്ത് അമേരിക്കയിലെ ഒരു പുള്ളിക്കാരൻ എന്നോട് ഇന്റർവ്യൂസിൽ ചോദിച്ചതാണ്. സോ ആ സമയത്ത് ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു പ്രോഡക്റ്റിന്റെ പേര് പറയാൻ പറഞ്ഞു. ഞാനത് പെട്ടെന്ന് എനിക്ക് ഒരു പ്രോഡക്റ്റിന്റെ പേര് പറയാനും പറ്റില്ല, കാരണം എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ ആയിട്ട് തോന്നി. സോ അന്ന് അവിടെ ഞാൻ പറഞ്ഞ ആൻസർ നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം, ഡിമാൻഡ് നോക്കണം, കോമ്പറ്റീറ്റർ നോക്കണം. ഞാൻ ഒരിക്കലും തന്നെ ഒരു പ്രോഡക്റ്റിന്റെ പേര് പറയില്ല എന്ന് ഞാൻ പറഞ്ഞു. സോ അതായിരുന്നു ഞാൻ കൊടുത്ത ആൻസർ. അങ്ങനെ ആണ് പെപ്സിയിൽ ജോയിൻ ചെയ്യുന്നത്. പെപ്സിയിൽ ഞാനൊരു 1.5 years വർക്ക് ചെയ്തു. അഗെയിൻ എനിക്ക് എവിടെ നിന്ന് കോൾ വന്നു, ഞാൻ അക്സെഞ്ചറിന് വീണ്ടും എനിക്ക് കോൾ വന്നു. ഓക്കെ, ഞാൻ ലൈക്ക് വേറൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്, പുതിയ പാക്കേജ് ഒക്കെ തരാം, പെപ്സിയിൽ തിരിച്ചു വരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും അക്സെഞ്ചറിലോട്ട് വന്നു. ഒരു ന്യൂസിലാൻഡ് പ്രോജക്റ്റ് ആയിരുന്നു. സോ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു 1.5 years അവിടെയും വർക്ക് ചെയ്തു. ദെൻ അവിടെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് കോൾ വരുന്നത്. ഇപ്പൊ അത് കെൻവ്യൂ എന്നാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് കമ്പനിയുടെ പേര്. സോ ജോൺസൺ ആൻഡ് ജോൺസൺ കോൾ വന്നപ്പോ ലൈക്ക് അതെങ്ങനെ കോൾ വരുന്ന പരിപാടി എങ്ങനെയാ, അത് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്കിത് മനസ്സിലായത് എങ്ങനെയാ ഓക്കെ ചെയ്യുന്നുള്ളത്. സോ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ജോൺസൺ ജോൺസണിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഇൻ ബിറ്റ്വീൻ ഞാൻ പ്ലേസ്ഡ് ആവുന്നതോട് കൂടി തന്നെ ഇതെല്ലാം നാലാൾ അറിയുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് നമ്മൾ പഠിച്ച കോളേജിൽ നിന്നും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും ലൈക്ക് എൻ്റെ കസിൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ എനിക്ക് കോൾ വരാൻ തുടങ്ങി. അവരെന്നോട് പറഞ്ഞു ഞങ്ങളെയും ഹെൽപ്പ് ചെയ്യും, ഞങ്ങൾക്ക് റെസ്യൂമേ ഉണ്ടാക്കിയതാ, ഞങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരുന്നില്ല, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലേസ് എക്സലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ഓക്കെ, അന്ന് ഞാനത് ലൈക്ക് അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങി. കോളേജിൽ പോയി ക്ലാസ് എടുക്കും, തൊമ്മ വിളിക്കും, ലീഡ് പോയി ക്ലാസ് എടുക്കും, എങ്ങനെ പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെ പ്ലേസ്ഡ് ആയി എന്നുള്ളത് ഞാനിങ്ങനെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്ത് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മളിതിങ്ങനെ പിന്നെ ഇതൊന്ന് സ്കെയിൽ ചെയ്താൽ കൊള്ളാം, ഇത് എന്തുകൊണ്ടൊരു ലൈക്ക് ഒരു ബിസിനസ് ആക്കിക്കൂടാ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആക്കിക്കൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എഡെക്സിന്റെ ഫൗണ്ടറായ അംബ്രാസ് എൻ്റെ ജൂനിയറാണ് ലീഡില്. ഞാൻ അംബ്രാസിനെ വിളിച്ചിട്ട് ഞാൻ അംബ്രാസിനോട് പറഞ്ഞു, അംബ്രാസ് എനിക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട്, അതിന് ഞാൻ എന്താ പറയാ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ ചെയ്താൽ മതിയോ, പുതിയ അക്കൗണ്ട് എടുക്കണോ, ഇത് എങ്ങനെയാണ് ഇത് റീച്ച് ആവുക, എങ്ങനെയാണ് ഫോളോവേഴ്സ് കൂടാ, ഒന്നും എനിക്കറിയില്ല. ഇതെല്ലാം ഞാൻ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു ഇർഫാനെ നീ ഒരു മൊബൈൽ വാങ്ങി, നിന്റെ കയ്യിൽ ഏതാ മൊബൈൽ? അവൻ ഞങ്ങനെ മൊബൈലില്ല. അപ്പൊ അവൻ എന്നോട് പറഞ്ഞത് അന്ന് ഞാൻ അത് ചെയ്തില്ല, കണ്ടന്റ് എടുത്തില്ല, എൻ്റെ കയ്യിൽ സാധാരണ ഫോണായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടന്റ് ഒന്നും എടുത്തില്ല. ഇതിങ്ങനെ നീട്ടി ഞാൻ വീണ്ടും അംബ്രാസിനെ വിളിക്കും. അംബ്രാസിന് പറഞ്ഞു ആ ഫോൺ വാങ്ങാൻ ഐഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത്. അവൻ പറഞ്ഞു ക്യാമറ ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ എൻ്റെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഇല്ല. അപ്പൊ അംബ്രാസ് പറഞ്ഞു ഞാൻ വാങ്ങിത്തരാം, EMI ഇട്ട് വാങ്ങിക്കോ, ഞാൻ അടച്ചോളാം, നീ അത് വാങ്ങ്. അങ്ങനെ അവൻ എന്നെ പുഷ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ എടുത്തു. ഞാൻ ലൈക്ക് റെസ്യൂമെ പ്രിപ്പറേഷനെ കുറിച്ച്. അല്ല, അതിന് EMI ഇല്ല, അത് ഞാൻ റെഡി ക്യാഷ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ തന്നെ ചെയ്തു. ബട്ട് എനിക്ക് അവൻ വാങ്ങിച്ചു തരാറ് ഈ സാധനം ഞാനും പലപ്പോഴും ചെയ്യലുണ്ട്. അതെ, നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു. അതെ, എക്സാക്ട്ലി. എനിക്കത് ഭയങ്കര അങ്ങനെ ഒരു മോട്ടിവേഷൻ നമുക്ക് തരുന്ന ആളുണ്ടെങ്കിൽ, ഒരു മെന്റർ ഉണ്ടെങ്കിൽ. സോ അവൻ എന്നോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടു. എനിക്ക് ഒരു 100ഓളം ടേക്ക് പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ എത്തിയത്. എന്നിട്ട് ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു, ഈ വീഡിയോ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അവരും അവരുടേതായ ക്രിറ്റിസിസം പറഞ്ഞു, ബട്ട് അവർ നന്നായിട്ട് പോസിറ്റീവായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് പോസ്റ്റ് ചെയ്യും, ഞാനത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് അന്ന് ഫോളോവേഴ്സ് ഒന്നുമില്ല, ഒരു 200-300 ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഒരു 70 days ഗ്രോത്ത് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് 70 days കണ്ടിന്യൂസ് അങ്ങ് വീഡിയോ ഇട്ടു. അതങ്ങ് വീഡിയോ ഇട്ടിട്ട് ഒരു അറൌണ്ട് ഒരു 60K 70K ഫോളോവേഴ്സ് ആയി. 70 days കണ്ടിന്യൂസ്, കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. കറക്റ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ അത് ഇപ്പോഴും ഒന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഞാനൊരു ഇത് ലൈക്ക് ഒരിക്കലും അന്ന് ഞാനത് സ്കെയിൽ ചെയ്തിട്ടില്ല, എനിക്ക് റവന്യൂ വന്നു തുടങ്ങിയിട്ടില്ല, ഒന്നും ഞാൻ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അന്ന് ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടോ? അന്ന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഫീസ് ഒക്കെ ആയിട്ട് തരാറുണ്ട്. സോ അത് നമ്മളങ്ങനെ ലൈക്ക് അത് എക്സ്പെക്ട് ചെയ്ത് പോകുന്നില്ല, നമ്മൾ ക്ലാസ് എടുക്കാനുള്ള ഇഷ്ടം കൊണ്ട് പോകുന്നില്ല. അന്ന് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല, അന്ന് ഞാൻ സോഷ്യൽ മീഡിയ കൊടുക്കുന്നില്ല, ഞാൻ വെറുതെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നു. അത് ആരും ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നില്ല. അന്ന് ക്യാമറയിലോട്ടും അല്ലെങ്കിൽ മൊബൈലിലോട്ടും അത് ഷൂട്ടിങ് പോകുന്നില്ല. ഇഷ്ടം കൊണ്ട് എടുക്കണം, ഇല്ല, ആഗ്രഹമില്ല. അന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം ഇല്ല കേട്ടോ. പിന്നീടാണ് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി, ഫോളോവേഴ്സ് കൂടി തുടങ്ങി. അന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആശയമാണ്, എന്തുകൊണ്ട് ഇതൊരു കോഴ്സ് പോലെ അല്ലെങ്കിൽ ഒരു 30 ദിവസത്തെ ചലഞ്ച് പോലെ പിള്ളേരുടെ റെസ്യൂമെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ലിങ്ക്ഡിനും നൗക്കറിയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് ഞാൻ എങ്ങനെയാണോ പോയത് ആ സെയിം വഴിയിലൂടെ അല്ലെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ് വഴിയിലൂടെ
അവരെ എങ്ങനെ പ്ലേസ്ഡ് ആക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. റെസ്യൂമേ ഉണ്ടാക്കാനാവട്ടെ, ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യാനാവട്ടെ, നൗക്കറി ഒപ്റ്റിമൈസ് ചെയ്യാനാവട്ടെ, ഇന്റർവ്യൂ കോൾ വരണം. ഞാൻ സിമ്പിൾ ഒരു സാധനം പറയാം. ഞാൻ പണ്ട് ചെയ്തിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ പറഞ്ഞു ഇൻഡീഡിലാണ് ഞാൻ ജോബ് സെർച്ച് ചെയ്യുന്ന പറഞ്ഞു. ഇൻഡീഡിൽ എന്താ നിങ്ങളെ കീവേഡ് അടിക്കും. ഈ എല്ലാ ജോബ് എനിക്ക് ഇപ്പോഴും അങ്ങനെയാണോ അറിയില്ല, ഞാൻ ജോബ് ഹണ്ട് ചെയ്തിട്ട് കുറേ കാലേ. അപ്പം അത് റെലവൻസ് ബേസ്ഡാ, സെർച്ച് റെലവൻസ് ബേസ്ഡാ. അതായത് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സാധനം. അപ്പം എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ട ജോബ് തന്നെയാണ് കാണുക. നേരെ മറിച്ച് പോസ്റ്റഡ് ബൈ ഡേറ്റ് അവിടെ പോയിട്ട് ആ സോർട്ടിങ്ങിൽ പോസ്റ്റഡ് ബൈ ഡേറ്റ് എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ ഫീഡ് മാറും. അതായത് കുറേ പുതിയ ജോബ്സ് കാണും. ഈ ഒരൊറ്റ സിമ്പിൾ കാര്യം പോലും ജോബ് ഹണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല. ഇത് ഏറ്റവും ബേസിക് സാധനമാണ്. ഞാൻ എപ്പോഴും പറയല് ജോബ് ഹണ്ടിങ് ഇസ് എ ജോബ്. എക്സാക്ട്ലി. ഇതൊരു പാസ്റ്റ് ടൈം ആയിട്ട് ചെയ്യേണ്ട സാധനമല്ല. നിങ്ങളൊരു 90 ഇപ്പം നിങ്ങൾ 30 ദിവസം പറഞ്ഞു, ഞാൻ അന്ന് വെച്ചിരുന്നത് 90 ദിവസമായിരുന്നു. 90 ദിവസം കൊണ്ട് നിങ്ങൾ ജോബ് കണ്ടിട്ട് എന്നോട് ചോദിക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ തിയറി. എന്നിട്ട് ഞാൻ ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്ക് ഇ-കൊമേഴ്സ് കയറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ആ വയ്ക്കുപോയി. 90 ദിവസം കൊണ്ട് നിങ്ങൾ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വെച്ചോ, ഐ വിൽ ബി റെസ്പോൺസിബിൾ. പക്ഷെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ നിങ്ങൾ 30 ഡേ ചലഞ്ച് എന്തുകൊണ്ട് ചെയ്തുകൂടാ? 30 ഡേയ്സ് ചലഞ്ച് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളൊരു പ്ലാൻ വന്നു. കാരണം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ കോൾ കിട്ടാന്നുള്ളതാണ് ഇന്ന് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത്. സോ ഇന്റർവ്യൂ കോൾ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടം പോലെ ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ്, ഞാൻ പെപ്സിയിൽ ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്ത്, പെപ്സിക്കോയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നിട്ട് ഞാൻ എൻ്റെ നൗക്കറി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡേ എനിക്ക് 7 ഇന്റർവ്യൂ കോളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു അത്രയും ഇന്റർവ്യൂ കോളൊക്കെ വരുന്നത്. അപ്പോൾ എനിക്കിത് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയാം, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ഇന്റർവ്യൂ കോൾ വരിക എന്നുള്ളതാണ് ഇന്ന് പല ആൾക്കാരുടെയും ഇഷ്യൂ. സോ ഇന്റർവ്യൂ കോൾ വരണമെങ്കിൽ കറക്റ്റായിട്ടുള്ള റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണം, കറക്റ്റായിട്ട് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യണം, കറക്റ്റായിട്ട് നൗക്കറി ഒപ്റ്റിമൈസ് ചെയ്യണം. ഏതെല്ലാം ജോബ് ഹണ്ടിങ് പ്ലാറ്റ്ഫോം ഉണ്ടോ അതെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യണം. അല്ലാതെ റെസ്യൂമെ മാത്രം അടിപൊളിയായെന്ന് വെച്ചിട്ട് ഇന്റർവ്യൂ കോൾ കിട്ടില്ല. അത് പല ആൾക്കാർക്ക് ഇന്നും അറിയില്ല. അവർ വിചാരിച്ചിട്ട് അടിപൊളി ഒരു ATS റെസ്യൂമെ വിത്ത് കീവേഡ്സ് ഉണ്ടായാൽ കോൾ വരുന്നതാണ്. നമ്മൾ റെസ്യൂമെ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ ആ സെയിം രീതിയിൽ നൗക്കറിയും ലിങ്ക്ഡിനും ഇൻഡീഡും എല്ലാം വർക്ക് ചെയ്യണം. എന്നിട്ട് ജോബ് ഹണ്ട് ചെയ്ത് തുടങ്ങണം. ഷാൻ പറഞ്ഞ പോലെ ജോബ് ഹണ്ടിങ് ഈസ് എ ജോബ്. ഓക്കെ, സോ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്തുകൊണ്ട് 30 ഡേയ്സ് പ്ലേസ്മെന്റ് ചലഞ്ച് ചെയ്തുകൂടാ. അതിൽ ഫൗണ്ടേഷൻ എന്ന രീതിയിൽ നമ്മൾ ഒരു 10 ഡേയ്സിൽ നമ്മൾ ഇന്റർവ്യൂ കോൾ വരുത്താനുള്ള പരിപാടികളെല്ലാം ചെയ്യും. പിന്നെ റെസ്യൂമെ ഞാൻ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കില്ല, ഞാൻ തന്നെയാണ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ 30 ഡേയ്സ് പ്ലേസ്മെന്റ് ചലഞ്ചിൽ. കാരണം അതിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. സോ അത് ഞാൻ വേറെ ആളെ കൊണ്ട് ഹയർ ചെയ്ത് ചെയ്യിപ്പിക്കുകയല്ല, എനിക്ക് ആരുമില്ല. അത് ഞാൻ തന്നെയാണ് ഇൻഡിവിജ്വലി ഞാൻ ഓരോ കീവേഡ്സും ആഡ് ചെയ്തിട്ടാണ് ഞാൻ റെസ്യൂമെ അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ മക്കള് 30 ഡേയ്സ് പ്ലേസ്മെന്റ് ചലഞ്ചിൽ അവർ വരുന്നു. അവർക്ക് എന്റെ മക്കള് തൊമ്മന്റെ അടുത്ത് കിട്ടിയ അല്ലേ? അങ്ങനെയല്ല, ഞാൻ തൊമ്മൻ അങ്ങനെ സംസാരിക്കല്. ഓക്കെ, ഞാൻ എനിക്ക് അവരെന്നെ വിശ്വസിച്ച് വരുന്നവരാണ്. അവർ ഞാൻ എന്റെ മക്കളെക്കാളും കൂടുതൽ നോക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ 30 ഡേയ്സ് പ്ലേസ്മെന്റ് ചലഞ്ചിൽ ശരിക്കും എന്റെ മക്കൾ എന്റെ വൈഫിന്റെ അടുത്ത് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. വൈഫ് ഒരു ടീച്ചറാണ്, പുള്ളിക്കാരിയും എപ്പോഴും എന്റെ മക്കൾ എന്നാണ് പറയാറ്. അവർ അവിടുന്ന് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത്. സോ 30 ഡേയ്സ് പ്ലേസ്മെന്റ് ചലഞ്ചിൽ ഞാൻ മനസ്സിലാക്കിയത്, ഓക്കെ 10 ഡേയ്സ് ഞാൻ ഈ ഫൗണ്ടേഷൻ കാര്യങ്ങൾ ഇന്റർവ്യൂ കോൾ വരുത്താനുള്ള പരിപാടികൾ ചെയ്യും. ദെൻ 20 ഡേയ്സിൽ ഒപ്റ്റിമൈസിംഗ് ദെയർ പ്രൊഫൈൽ. ദെൻ റിമൈനിങ് 20 ഡേയ്സിൽ അവരുടെ ഇന്റർവ്യൂ കോൺഫിഡൻസ്, അവർ ഇന്റർവ്യൂവിൽ ഓരോ ആൻസർ എങ്ങനെ കൺവിൻസിംഗ് രീതിയിൽ പറയണം, എങ്ങനെ കീവേഡ്സ് യൂസ് ചെയ്യണം, അങ്ങനെ A to Z പ്ലേസ്മെന്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ 30 ഡേയ്സ് പ്ലേസ്മെന്റ് ചലഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അടുത്തത് എപ്പോഴാണ് എങ്ങനെ ലോഞ്ച് ചെയ്ത ഫസ്റ്റ് ബാച്ചിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ബാച്ച് ഞാൻ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സാധനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എക്സാക്ട്ലി. സോ 30 ഡേയ്സ് പ്ലേസ്മെന്റ് ചലഞ്ച് എന്റെ മനസ്സിലുണ്ടായിരുന്നത് 100K ഹിറ്റ് ആയാലാണ്, 100K ഫോളോവേഴ്സ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ എന്റെ 30 ഡേയ്സ് പ്ലേസ്മെന്റ് ചലഞ്ച് ലോഞ്ച് ചെയ്യുള്ളൂ. കാരണം അപ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാരോട് റീച്ച് ആവാന്നുള്ളൊരു കൂടുതൽ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ. അതായത് നമ്മൾ മാർക്കറ്റ് ബിൽഡ് ചെയ്തു, അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു 100K ആയി കഴിഞ്ഞാൽ തുടങ്ങാൻ ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ബട്ട് ഒരു 70K ആയപ്പോൾ ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാനത് ഇങ്ങനെ കാത്തിരിക്കുന്നത് നല്ലതല്ല. 70 ഡേയ്സിനോടാണ് നിങ്ങൾ ഈ 70K അല്ലെങ്കിൽ 100K എത്തിയേ? ഇല്ലല്ല, അത് ലൈക്ക് 7 മന്ത് ആയിട്ടുണ്ട്. ഒരു 6 to 7 70 ഡേ ചലഞ്ച് ചെയ്തു. അതിലൂടെ ഏകദേശം എനിക്ക് ഒരു 50K ആയിട്ടുണ്ട്, 50 to 60K ആയിട്ടുണ്ട്. അപ്പൊ 7 മന്തിനോട് നിങ്ങൾ ഒരു 100K എത്തി. ഓക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു,
ഓക്കെ. എന്നിട്ട് ഞാൻ ഒരു 70K ഒരു 80K ഫോളോവർ ആയപ്പോഴത്തേന് ഞാൻ എന്റെ 30 days പ്ലേസ്മെന്റ് ചലഞ്ച് അനൗൺസ് ചെയ്തു. അത് ഞാൻ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, ഇൻട്രസ്റ്റഡ് ഉള്ളവർ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അനൗൺസ്മെന്റ് ഇട്ടു. ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തു, ഇഷ്ടം പോലെ. എനിക്ക് 6000 ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ വേണ്ടത് ഞാൻ കൂടുതൽ സ്റ്റുഡൻസിനെ എടുക്കില്ല, അതായിരുന്നു എന്റേത്. എനിക്ക് കൂടുതൽ സ്റ്റുഡൻസിനെ വേണ്ട, കാരണം എനിക്ക് ഇൻഡിവിജ്വലി അവരെ ഫോക്കസ് ചെയ്യണം, അവരെ മെന്റർ ചെയ്യണം. സോ അവരെ പ്ലേസ്ഡ് ആക്കണമല്ലോ. പിന്നെ ഞാൻ ഒരിക്കലും ഒരു പ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കില്ല. എന്റെ കമ്പനി, എന്റെ കയ്യിൽ കുറച്ച് കമ്പനീസ് ഉണ്ട്, അവർ നിങ്ങളെ വന്നിട്ട് എടുക്കും, അങ്ങനെയൊന്നും ഞാൻ അവർ പറയുന്നില്ല. സോ ഞാൻ അവരെ ഓർഗാനിക് വേല അവർക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീസ് ഉണ്ടെങ്കിൽ അതിൽ പ്ലേസ്ഡ് ആക്കാം. നിങ്ങളെ പണി പഠിപ്പിച്ച പോലെ ഇവരെ പണി പഠിപ്പിക്കും. എക്സാക്ട്ലി, ജോബാണല്ലോ. അതെ, ഇതൊരു ജോബാണ്. ഓക്കെ. എന്നിട്ട് ഞാൻ അവരെ പ്ലേസ്ഡ് ആക്കാന്നുള്ളായിരുന്നു എന്റെ പ്ലാൻ. അങ്ങനെ 30 days പ്ലേസ്മെന്റ് ചലഞ്ച് ഞാൻ അനൗൺസ് ചെയ്യുന്നു. എനിക്കൊരു 6000 ആൾക്കാരോളം റീച്ച് ചെയ്യുന്നു. അതിൽ നിന്ന് ഞാൻ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഫീസ് പറഞ്ഞു. ഞാൻ അന്ന് 5000 ആയിരുന്നു ഫീസ് വാങ്ങിയത്. അന്നല്ല, ഞാൻ ഇന്നും 5000 ആണ് ഫീസ് വാങ്ങുന്നത്, 4999. കാരണം എനിക്ക് ഒരിക്കലും തന്നെ ഒരു വലിയൊരു ഫീസിലോട്ട് പോകാൻ പാടില്ല. എന്നിട്ട് ഒരു മിനിമൽ ഫീസിൽ എനിക്ക് സ്റ്റുഡൻസിന്റെ അടുത്ത് വാങ്ങണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെ എനിക്ക് എന്നിട്ട് എനിക്ക് കൂടുതൽ സ്റ്റുഡൻസിനെ വേണ്ട, എനിക്കൊരു 20 to 30 സ്റ്റുഡൻസിനെ മതി. കാരണം എനിക്ക് അവരെ പ്യൂർലി ഫോക്കസ് ചെയ്ത് അവരെ മെന്റർ ചെയ്ത് അവരെ എനിക്ക് പ്ലേസ്ഡ് ആക്കണം. സോ അങ്ങനെ എനിക്ക് ഒരുപാട് ആൾക്കാർ വരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ ആ ലീഡ്സ് ഞാൻ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ എനിക്കൊരു 30 സ്റ്റുഡൻറ്റിനെ കിട്ടുന്നു. അവര് എന്നെ വിശ്വസിച്ച് എനിക്ക് പ്രൂഫ് ഇല്ല എന്റെ കയ്യിൽ കാണിക്കാൻ. എന്റെ കയ്യിൽ ഒന്നും ബാച്ച് ഇല്ല, ഞാൻ പ്ലേസ്ഡ് ആയത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. സോ അങ്ങനെ ഞാൻ എന്റെ ഫസ്റ്റ് ബാച്ച് ഞാൻ റൺ ചെയ്തു. ഒരു ഏപ്രിൽ 2026 ഏപ്രിലാണ് ഞാൻ 25 ഏപ്രിൽ. ഓക്കെ, 25 ഏപ്രിലാണ്, ഏകദേശം ഒരു കൊല്ലം മുമ്പ്, 2025 ഏപ്രിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ എനിക്കത് എന്താ പറയാ, ഡേറ്റ് പെട്ടെന്ന് മൈൻഡിലോട്ട് വന്നു, കറക്റ്റ് ആണോ എന്ന് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. ഫൈൻ. ഓക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ബാച്ച് റൺ ചെയ്തു. ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ലൈക്ക് എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കറിയാം, ബട്ട് ഇതെങ്ങനെ അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, കാരണം എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഓഡിയൻസ് എന്റെ മുന്നിലോട്ട്, ഓൺലൈനിൽ ആദ്യമായിട്ട് വരികയാണ്. ഹാൻഡ് ഹോൾഡിംഗ് ആണ് ബേസിക്കലി. എക്സാക്ട്ലി, ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഒരേ പ്ലേസ്ഡ് ആക്കണം, കാരണം അവരെ എടുത്തിട്ട് പ്ലേസ്ഡ് ആക്കണം. കറക്റ്റ്. സോ ആ സമയത്ത് ഓക്കെ, ഞാൻ അവരെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടിരുന്നു. അവർ ഓരോ ഇൻഡിവിജ്വലി ഞാൻ ഫോക്കസ് ചെയ്തു. ലൈക്ക് എന്നിട്ട് അവർ 30 ദിവസം ഞാൻ കണ്ടിന്യൂസ് ഞാൻ തന്നെ ക്ലാസ് എടുത്ത് ഞാൻ തന്നെ എല്ലാം. എത്ര നേരമായിരിക്കും നിങ്ങളെ ക്ലാസ് ഒക്കെ ഉണ്ടാവുക? ക്ലാസ് 1 hour ആണ്. 1 hour. ഓക്കെ, 1 hour ക്ലാസ് ആണ്. ഞാൻ സൈമൾട്ടേനിയസ് ഞാൻ ജോബ് ചെയ്യുന്നുണ്ട്. ജോബ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം ചെറിയ സ്ഥലത്തൊന്നല്ല ചെയ്യുന്നത്, ജോൺസണിലാണ് ചെയ്യുന്നത് ഇപ്പോ. അതെ. എന്നിട്ട് ഞാൻ ഒരു 1 hour ലൈവ് സെഷൻ ആണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ലൈവിൽ ഇപ്പൊ നമുക്ക് ഇപ്പോ മാഷാഅല്ലാ ഞാൻ ഇപ്പൊ ഏകദേശം 6 ബാച്ച് റൺ ചെയ്തു. 6 ബാച്ച് 12 months 6 batches. യെസ്, 6 ബാച്ച് റൺ ചെയ്തു. ഈ 6 ബാച്ചിൽ ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, UK നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, നമുക്ക് ലൈക്ക് മലയാളീസ് പുറത്ത്, ഗൾഫ് കൺട്രീസ് നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇന്ന് നല്ല രീതിയിൽ ഒരു 6 ബാച്ച് റൺ ചെയ്ത് 6ാമത്തെ ബാച്ചാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം എല്ലാ ബാച്ചിലും 30 സ്റ്റുഡൻസ് ആണോ? ഇല്ല, അത് ഇപ്പൊ ഞാൻ കൂട്ടി, ഇപ്പൊ ഒരു 50 സ്റ്റുഡന്റ്. ഇപ്പൊ എനിക്ക് 50-ൽ കൂടുതൽ സ്റ്റുഡന്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടി പഠിച്ചു. അതെ, കുറച്ചും കൂടി പഠിച്ചു. ഇതിന്റെ അകത്ത് ഇപ്പൊ ഫസ്റ്റ് ബാച്ച് തന്നെ എടുക്കാം, അതിലൊരു പ്ലേസ്മെന്റ് റെക്കോർഡ് എന്താണ്? എത്ര ആൾക്കാർ പ്ലേസ്ഡ് ആയി? ഓക്കെ, ഞാൻ അങ്ങനെ എനിക്കതിൽ ഒരു പെർസെന്റേജ് വെച്ച് പറയും, എനിക്ക് 70% ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു 20-25% അറിയുമ്പോ 21 ഏകദേശം 20 ആൾക്കാർ പ്ലേസ്ഡ് ആയിരുന്നു. ബട്ട് ഇതിൽ എന്താ കുറെ കാര്യങ്ങൾ എന്താണെന്നറിയോ, ഇതില് പല ആൾക്കാരും അവർക്ക് വരുന്ന പ്ലേസ്മെന്റിൽ അവർ ആഗ്രഹിക്കുന്ന ചില കമ്പനികളുണ്ടായി, അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വർക്ക് ചെയ്യുന്നവരുണ്ട്. എന്റെ റെക്കോർഡിംഗ് വീണ്ടും എടുത്ത് കേൾക്കുന്നവരുണ്ട്. കാരണം നമ്മൾ ലൈവിന്റെ റെക്കോർഡിംഗ് അയച്ചു കൊടുക്കും. അപ്പൊ അവർ പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. ബട്ട് വീണ്ടും വേറെ അവർ ആഗ്രഹിച്ച കമ്പനിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ റെക്കോർഡിംഗ് വീണ്ടും കേട്ടിട്ട് അതിലോട്ട് എത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഒരു ടോട്ടൽ ഒരു 200 സ്റ്റുഡൻസ് ഒക്കെ എത്തിയിട്ടുണ്ടാവുന്നതാണ് എന്റെ. എപ്പോ തൊട്ട് 50 സ്റ്റുഡൻസ് ആക്കിയേ? 50 സ്റ്റുഡൻസ് അങ്ങനെയല്ല, 50 സ്റ്റുഡൻസ് ഒരു ലാസ്റ്റ് ഒരു 3 ബാച്ചില് ആയിട്ടുണ്ട്. ലാസ്റ്റ് 3 ബാച്ച്. അപ്പൊ 200 to 250 സ്റ്റുഡൻസ് ആണ്. ഏകദേശം എന്തായിരിക്കും അതിന്റെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയാറ്റില്ല, കാരണം എല്ലാവരും പ്ലേസ്ഡ് ആവൂല. അതെ, അത് നിങ്ങള് അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. എങ്ങനെ ചെയ്യാം, എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അൾട്ടിമേറ്റ്ലി എത്തില്ലേ, അവർ എത്രത്തോളം അതുമേൽ വർക്ക് ചെയ്യുന്നു ഡിപ്പെൻഡന്റ് ആണ്. എന്നാലും ഒരു 200 to 250 സ്റ്റുഡൻസ് എത്ര പേര് അൾട്ടിമേറ്റ്ലി ഇത്
ഇതിന്റെ ഒരു സക്സസ് റേറ്റ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് പ്ലേസ്ഡ് ആയി. അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും നമ്പർ ഉണ്ടോ? ഇപ്പൊ ഞാൻ കറന്റ് അറൌണ്ട് ലൈക്ക് എന്തായാലും ഒരു മോർ ദാൻ 60% ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, 60% പ്ലേസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് അവർ പ്ലേസ്ഡ് ആവുന്നതിനേക്കാളും അവർക്ക് വേണ്ടത്, എൻ്റെ ബാച്ചിലോട് കൂടുതൽ ആൾക്കാരും വരുന്നത് പ്ലേസ്ഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവർക്ക് മെയിൻലി വേണ്ടത് അവർക്ക് ഇന്റർവ്യൂകൾ കൂടുതൽ കിട്ടണം. ഞാൻ ഓക്കെ, അതിൽ ഷാനോട് എനിക്ക് പറയാനുള്ളത് 100 സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 100% ഞാൻ പറയുന്നത് 99 സ്റ്റുഡന്റിനും ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അപ്പം ചാമ്പ്യൻ ചെയ്യുന്ന യു വിൽ ഗെറ്റ് ദ കോൾ. യെസ്, കാരണം ഇന്ന് മാർക്കറ്റ് അത്രയും വലിയ മാർക്കറ്റാണ്. 10 lakhs people ഒക്കെയാണ് ഒരു സിംഗിൾ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഔക്കർ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എത്ര ആൾക്കാർ അപ്ലൈ ചെയ്ത് കാണാൻ പറ്റും. 10 lakhs വരെ ഞാൻ കാണിച്ചു തരാം. സോ അത്രയും ആൾക്കാർ അപ്ലൈ ചെയ്യുന്നിടത്ത് നമുക്ക് ഇന്റർവ്യൂ കോൾ കിട്ടണമെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. എൻ്റെ ബാച്ചിൽ വരുന്ന സ്റ്റുഡൻസിന്, അതായത് 50 സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ 49 സ്റ്റുഡൻറ്റിനും ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. ആ ഒരു സിംഗിൾ സ്റ്റുഡൻറ്റിന് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ അത് നമുക്ക് അറിയാത്ത ഏതോ ഒരു കൺട്രിയിലെ, അറിയാത്ത മീൻസ് അത്ര ഫെമിലിയർ അല്ലാത്തൊരു കൺട്രിയാണ്, അവിടെ ഇന്റർവ്യൂ കോൾ കിട്ടണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്നൊരു കണ്ടീഷൻ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. ഓക്കെ, അത് ഞാൻ നോക്കുന്നത് എനിക്ക് ലൈക്ക് സ്വിറ്റ്സർലൻഡിൽ എവിടെയാണ് അത്. സോ ആ സമയം അവിടുത്തെ ആ ഒരു പുള്ളിക്കാരി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഇഷ്യൂ. എന്നോട് പറഞ്ഞു അതുകൊണ്ടായേക്കാം എനിക്ക് ഇന്റർവ്യൂ കോൾ കിട്ടാതെ. ഇന്റർവ്യൂ കോൾ കിട്ടുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ 99.99% എൻ്റെ സ്റ്റുഡൻസിന് കിട്ടാറുണ്ട്. മഷാല്ലാ, അതും ഞാൻ മനസ്സിലാക്കിയത് ലൈക്ക് റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തതുകൊണ്ടും ലിങ്ക്ഡിനും നൗക്കറിയും എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് ആ കറക്റ്റ് ഇതൊന്നും ചെയ്താൽ മാത്രം പോരാ, കറക്റ്റ് വേറെ ജോബിന് അപ്ലൈ ചെയ്യും വേണം. ഇതെല്ലാം കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഇന്റർവ്യൂ കോൾ കിട്ടുക. അതിനാണ് നമ്മൾ 30 days പ്ലേസ്മെന്റ് ചലഞ്ച് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളടുത്ത് വരുന്ന ആൾക്കാർ ഫ്രഷേഴ്സ് ആണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണോ? എൻ്റെ അടുത്ത് വരുന്നത് ഫ്രഷേഴ്സും ഉണ്ട് എക്സ്പീരിയൻസും ഉണ്ട്. ബട്ട് മെജോറിറ്റിയും ഫ്രഷേഴ്സും ആണ്. ബട്ട് ഞാൻ പറയുന്ന ഒരു 60-40% ആണ്. 60% ഫ്രഷേഴ്സ് ആണ്, 40% എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ്. അതെ, അതിൽ കാരണം ഇത് പല റേഞ്ചിലാണ്, പല സമയങ്ങളിൽ 50-50 ആവാറുണ്ട്. കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ വരാറുണ്ട്. പല രീതിയിൽ ഡിപ്പെൻസ് ആണ്. ഓക്കെ, എന്നാ ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഈ വീഡിയോ കാണുന്ന, ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് ഇ-കൊമേഴ്സിലായിരിക്കും അവർ മിക്കവാറും ജോലി നോക്കുന്നത്. ക്യാൻ വി ഡു എ സ്പെഷ്യൽ ബാച്ച് ഫോർ ദം? യെസ്, ഓഫ് കോഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ഞാൻ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഇന്ന് ഞാൻ ഡാറ്റ അനലിസ്റ്റിലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട്, ഡോക്ടേഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്, IT ക്ലാസ് എടുക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇ-കോമിലും ക്ലാസ് എടുക്കുക. മീൻസ് അതിൽ ലൈക്ക് ജോബ് ഹണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിച്ചോ, ഇത് മൊത്തം ഞാൻ അറിയും. അതൊക്കെ 30 പേരെയാണ് നമ്മൾ ഈ ബാച്ചിൽ എടുക്കണത് വെച്ച് കഴിഞ്ഞാൽ ആ 30 പേര് എനിക്ക് ഇൻഡിവിജ്വൽ കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, അത് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവരെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ 100% കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഡൺ, ലെറ്റ്സ് ഡു ദാറ്റ്. ഐ തിങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രോബ്ലം. ജോബ് ഹണ്ട് ചെയ്യാൻ അറിയില്ല. ഓക്കെ, ലെറ്റ്സ് സീ ഇഫ് വി ക്യാൻ. ഇന്റർവ്യൂ കോൾ കിട്ടുക മാത്രമല്ല, അത് പ്ലേസ്ഡ് ആവണം എന്നാണ് ആഗ്രഹം. ബട്ട് വീൽ സി നമുക്ക് എത്രത്തോളം എത്തിക്കാം. സോ എന്റെ കയ്യിൽ നിന്നുള്ള ഒരു 101% എഫേർട്ട് ഞാനിടും. ഡൺ, ഞങ്ങളിടും എത്രയും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ. സോ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ആൻഡ് വിൽ സി വാട്ട് ഹാപ്പൻസ്. ഓക്കെ, എനിക്കൊന്ന് ഏകദേശം നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തു. ഇനി എനിക്കറിയാതെ AI എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഓർ ഹൗ ഷുഡ് ജോബ് സീക്കേഴ്സ് യൂസ് AI? ഓക്കെ, ജോബ് സീക്കേഴ്സ് AI യൂസ് ചെയ്യണോ എന്നാണ് ക്വസ്റ്റൻ എങ്കിൽ 101% AI യൂസ് ചെയ്യണം. ഓക്കെ, സോ ബട്ട് AI യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ബട്ട് ബിക്കോസ് ഇറ്റ്സ് എ ജോബ് ഹണ്ടിങ്. കാരണം ജോബ് ഹണ്ടിങ്ങിൽ AI യൂസ് ചെയ്തതിനുള്ള ശേഷം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എസ്പെഷ്യലി റെസ്യൂമേല് കുറെ ആൾക്കാർ റെസ്യൂമേൽ ചുമ്മാ ChatGPTയിലെ ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. എന്നിട്ട് അവരെന്നെ കംപ്ലൈന്റ് പറയാറുണ്ട് ഇന്റർവ്യൂ കോൾ കിട്ടുന്നില്ല. എന്നോട് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞ ഒരു സംഭവമാണ്, എന്ത് ചെയ്തിട്ടും ഇന്റർവ്യൂ കോൾ കിട്ടുന്നില്ല. അതായത് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് അവർ AI യൂസ് ചെയ്തോട്ടെ, ബട്ട് ഒരു ലിമിറ്റ് വെച്ചിട്ട്. കാരണം അവർക്ക് വേണമെങ്കിൽ JDയിലെ കീവേഡ്സ് നോക്കാം. അതേപോലെ തന്നെ ഇന്റർവ്യൂ കോള് എസ്പെഷ്യലി ഇന്റർവ്യൂ പ്രിപ്പറേഷനിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ലൈക്ക് അതുപോലെ തന്നെ ഓരോ കമ്പനിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാൻഡിഡേറ്റ് പെട്ടെന്ന് ഒരു ആമസോണിൽ ഒരു കോൾ വന്നു, ഒരു ഇന്റർവ്യൂ കോൾ കിട്ടുമ്പോൾ പെട്ടെന്ന് നാളെയാണ് ഒരു ഇന്റർവ്യൂ. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ChatGPTയിലോ ജെമിനിയിലോ പോയിട്ട് ആമസോണിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് AI യൂസ് ചെയ്യാം. ബട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് AIയുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും
ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇന്റർവ്യൂവേഴ്സ് നമ്മളോട് ക്വസ്റ്റ്യൻസ് നൗ ഡേയ്സ്, ഞാൻ പറയുന്നു വീണ്ടും പോയിന്റ് ചെയ്യുന്നത് നൗ ഡേയ്സ്, ഇന്ന് അവര് പ്യുവർലി നാച്ചുറൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നാച്ചുറൽ മീൻസ് ലൈക്ക് നമ്മുടെ ഒരു ലൈഫിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ ബേസ്ഡോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇന്റർവ്യൂസിന് കൂടുതൽ ചോദിക്കുന്നത്. കാരണം അതൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് കിട്ടണം എന്നില്ല. നമ്മുടെ അത് ലൈഫിൽ നിന്നോ നമ്മുടെ കരിയറിന്നോ നമ്മൾ ബിൽഡ് ചെയ്തായിരിക്കാം. സോ ഞാൻ പറയുന്നത് യൂസ് ചെയ്യണം അപ് ടു ദ ലിമിറ്റ്. റൈറ്റ്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് KPH എന്ന ഗ്രൂപ്പിലുണ്ട്. ഞാൻ ഒരു എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടെക് ഗ്രൂപ്പ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഒരുത്തന്നെ ഒരു ടൂൾ ഉണ്ടാക്കി ബെസ്റ്റ് CV ഉണ്ടാക്കി തരും. വേറൊരുത്തന്നെ ഒരു ടൂൾ ഉണ്ടാക്കി ഇത് വെച്ചുണ്ടാക്കിയ CV ആണോ എന്നല്ലേ ഞാൻ കണ്ടുപിടിച്ച് തരും. ഏജന്റ് ടു ഏജന്റ് ആണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഒരുത്തനെ ഏജന്റ് വെച്ചിട്ട് ഒരുത്തനെ പിന്നെ CV ഉണ്ടാക്കിയത്, വേറൊരുത്തനെ ഏജന്റ് വെച്ചിട്ട് ഇത് അനലൈസ് ചെയ്യുന്നു. അപ്പൊ മിക്കവാറും സംസാരിക്കും, ബാക്കിയൊക്കെ അല്ലാതെ തന്നെ പോകും. എനിവേസ്, അപ്പോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ ഐ തിങ്ക് വിൽ ഡു ദാറ്റ് ബാച്ച്. ഷുവർ, ആ ബാച്ച് ചെയ്യാം. ആൻഡ് വിൽ സി നമുക്ക് എത്ര പേരെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളത് നമുക്ക് നോക്കി ചെയ്യാം. ലെറ്റ്സ് സി. ഇ-കൊമേഴ്സ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ഭയങ്കര ഹെവി സ്ക്രൂട്ടിനി ആയിരിക്കും. കാരണം നിങ്ങൾ വളരെ പിന്നെ സീരിയസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബാച്ചിൽ എടുക്കുള്ളൂ. ആൻഡ് വിൽ ഡു ദാറ്റ്. അവർ നന്നായിട്ട് എന്താ പറയാ സീരിയസ് ആയിരിക്കണം സ്റ്റുഡൻസ്. ആയിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബാച്ചിൽ എടുക്കുള്ളൂ. എക്സാക്ട്ലി, അങ്ങനെ ചെയ്യാം. അടിപൊളി. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ഇറ്റ് വാസ് എ പ്ലഷർ മീറ്റിംഗ്. നമ്മൾ കുറെ സാധനങ്ങൾ ചെയ്യും. Yes, sure. Thank you so much, Shan. താങ്ക് യു.